ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഒരു ചോദ്യം ഉയരുന്നു: രാഹുൽ ഗാന്ധി എവിടെ? ബീഹാറിലെ രാഷ്ട്രീയ ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം ഉയരുന്നത്. ഗ്രാമങ്ങളിലെ ചൗപാലുകൾ മുതൽ പറ്റ്നയിലെ തിരക്കേറിയ ചായക്കടകൾ വരെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. എല്ലാ സംഭാഷണങ്ങളിലും ഒരു ചോദ്യമുണ്ട്: ഇത്തവണ ആര് ജയിക്കും? അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ചോദ്യം രാഹുൽ ഗാന്ധി എവിടെ എന്നതാണത്രേ. ഇത് ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കും എന്ന ആശങ്കകളും പരക്കുന്നുണ്ട്. അതിന് കാരണം ഇവിടെ ബീഹാറിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ ഒക്കെ നടക്കുമ്പോൾ കോൺഗ്രസിൽ പൂർണ്ണമായ നിശബ്ദതയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ അഭാവം ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ ഒരു വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തി. ബീഹാറിലെ പല ജില്ലകളിൽ പോയി അവിടെ പല ആളുകളെയൊക്കെ കണ്ടു. അങ്ങനെ സെപ്റ്റംബർ 1 പാറ്റ്നയിൽ വെച്ച് വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലി നടന്നു. ആ സമാപന റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അവിടെ രാഹുൽ ഗാന്ധി വലിയ പ്രസംഗമൊക്കെ നടത്തി. അന്നാണ് രാഹുൽ ഗാന്ധിയെ അവസാനമായി ബീഹാറുകാർ കണ്ടത്. അന്ന് തൊഴിലില്ലായ്മയെക്കുറിച്ച്, സാമൂഹ്യനീതിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ രാഹുൽ വലിയ വായിൽ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ രാഹുലിനെ കാണാനില്ല. അപ്പോൾ ബീഹാർ ഉയർന്നു വന്നാൽ ഇന്ത്യ ഉയരും എന്നൊക്കെയാണ് രാഹുൽ അന്നവിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ബീഹാറിൻ്റെ രാഷ്ട്രീയ മത്സരത്തിൽ വലിയ നിർണായകമായ പങ്ക് താൻ വഹിക്കും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതായാണ് ആളുകൾക്ക് തോന്നിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കും എന്നാണ് പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷത്തെ പിന്താങ്ങുന്ന വോട്ടർമാരുമൊക്കെ ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത് കാണാനില്ല. അത് ഇപ്പോൾ ഈ വോട്ടർ അധികാർ യാത്ര കഴിഞ്ഞ് ഏതാണ്ട് 2 മാസമൊക്കെ ആകാറായല്ലോ. എന്നിട്ടും രാഹുൽ ഗാന്ധി അവിടെ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് ഈ അഭാവം എന്ന് പറയുന്നത് ദൃശ്യമാകുന്നൊരു സാഹചര്യം നോക്കണം. അത് ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വലിയ തോതിൽ പ്രചരണം നടത്തുന്നു. സമസ്തിപൂറിൽ, അതുപോലെ ബേഗുസരായിലൊക്കെ പ്രധാനമന്ത്രി എത്തുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ 25ഓളം റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വലിയ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. പിന്നെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ അവിടെ വരുന്നു. മോഹൻ യാദവ് വരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥ് വരുന്നു. ഇവരെല്ലാം അവിടെ പ്രചരണത്തിൽ സജീവമായുണ്ട്. ഒരു കാര്യം നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു: RJDയുടെ തേജസ്വി യാദവ് സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തുന്നുണ്ട്. നിരവധി പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്, റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രചരണത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രചാരണം ഒരു അലസമായ രീതിയിലാണ് പോകുന്നത് എന്നൊരു പ്രതികരണമാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ ശക്തനായ ഒരു നേതാവിൻ്റെ അഭാവം അവിടെ കൃത്യമായി പ്രകടമാവുകയാണ്. ഹൈക്കമാൻഡിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വരുന്ന കാലതാമസം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ബാധിക്കുന്നുവെന്ന് അവർ പറയുന്നു. അത് പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യുവ കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ ആകെ നിരാശയിലാണെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി വേദിയിൽ ഇല്ലെങ്കിൽ ഈ പോരാട്ടം അപൂർണമാകില്ലേ എന്നവർ ചോദിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടം അദ്ദേഹത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മഹാഗഡ്ബന്ധനിൽ ഇത് ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുകയാണ്. അത് വലിയ രൂക്ഷമായി വരികയാണ്. അപ്പോൾ തേജസ്വി യാദവ് മുന്നിൽ നിന്ന് പ്രചാരണത്തെ നയിക്കുമ്പോൾ കോൺഗ്രസ് തീർത്തും മന്ദഗതിയിലാണ്. കോൺഗ്രസിൻ്റെ പങ്കാളിത്തം കാണാനേ കഴിയുന്നില്ല. ഇത് മറ്റ് സഖ്യകക്ഷികളെയൊക്കെ പ്രകോപിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ ഐക്യത്തോടെ നടത്തേണ്ട ഒരു പോരാട്ടമാണ്. അപ്പോൾ ഒരു സഖ്യകക്ഷി പാതി മനസ്സോടെ പോരാടുകയാണെങ്കിൽ അത് വലിയ പ്രയാസമായി മാറും, അത് ഒരു ഭാരമായി മാറും എന്ന് RJD നേതാക്കൾ കോൺഗ്രസിനെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ കോൺഗ്രസ് അവരുടെ തന്ത്രങ്ങളെയൊക്കെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. പാർട്ടിക്ക് ഒരു ആന്തരിക ബലഹീനതയും ഇല്ല എന്നവർ പറയുന്നു. പാർട്ടി ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നവർ പറയുന്നു. വിജയിക്കും എന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഷെഡ്യൂൾ അന്തിമമായിട്ടില്ല. അതായാൽ ബീഹാറിലേക്ക് വരികയും പ്രചരണത്തിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ബീഹാറിലെ രാഹുലിൻ്റെ റാലികളൊക്കെ ആസൂത്രണം ചെയ്തു വരികയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സമയം കിട്ടിയാൽ അത് ശരിയാകും എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഒരാൾക്കൂട്ട രാഷ്ട്രീയത്തിലല്ല, വിഷയാധിഷ്ഠിത രാഷ്ട്രീയമാണ് വേണ്ടത് എന്നാണ് നിലപാട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു വിഷയാധിഷ്ഠിതമായ ആളുകൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കും. അതല്ലാതെ ആളുകളെ വിളിച്ചുകൂട്ടി ശക്തിപ്രകടനം നടത്തുന്ന രീതിയല്ല ഇപ്പോൾ കോൺഗ്രസ് അവലംബിക്കുന്നത് എന്നൊക്കെയുള്ള ചില ന്യായീകരണവാദങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ എന്തിനാണ് രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം അവർ പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു ദീർഘകാല അസാന്നിധ്യം അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇത് ആന്തരികമായ
ഒരു അഭിപ്രായ വ്യത്യാസമാണോ ഇത് പ്രകടമാക്കുന്നത് എന്ന സംശയം ഉയരുകയാണ്. കാരണം സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏകോപനം അത് കുറേ പ്രശ്നങ്ങൾ നേരിട്ടു. ഇതൊക്കെ കൊണ്ടാണോ അദ്ദേഹം മാറി നിൽക്കുന്നത് എന്ന ചോദ്യം വരുന്നു. സംസ്ഥാന നേതാക്കളും ഹൈക്കമാൻഡും തമ്മിൽ ഒരു ബന്ധമില്ലേ? അവർ തമ്മിൽ ഒരു ആസൂത്രണത്തിലും അതുപോലെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുന്നു. അപ്പോൾ വിഷയാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മതിയോ എന്ന ചോദ്യം ഉയരുന്നു. കാരണം സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും വാർത്താസമ്മേളനങ്ങളിലൂടെയും ഒക്കെ പ്രസംഗങ്ങൾ നടത്താൻ കഴിയും. പക്ഷേ അതുമാത്രം മതി ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ. ബീഹാർ പോലെ ഒരു സ്ഥലത്ത് മുഖാമുഖ രാഷ്ട്രീയം വളരെ പ്രസക്തമാണ്. അത് ബീഹാറിലെ ജനങ്ങൾ ഇപ്പോഴും അവരുടെ നേതാക്കളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. അപ്പോൾ BJP ഈ കോൺഗ്രസിൻ്റെ നിശബ്ദതയെ ശക്തമായി മുതലെടുക്കുന്നുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിശബ്ദത ഇപ്പോൾ BJP ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബീഹാറിലെ വോട്ടർമാരിൽ വിശ്വാസമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധക്കളത്തിൽ നിന്ന് അപ്രത്യക്ഷനായത് എന്നൊക്കെയാണ് BJP പറയുന്നത്. വലിയൊരു ആരോപണം കൊണ്ടുവന്നത് BJPയുടെ വക്താവായ സഞ്ജയ് മയൂഖ് തന്നെയാണ്. അപ്പോൾ സഞ്ജയ് മയൂഖിൻ്റേത് ഒരു വെറും രാഷ്ട്രീയ പരിഹാസമല്ല കേട്ടോ. കോൺഗ്രസിൻ്റെ ഈ മന്ദഗതിയിലുള്ള പ്രചരണം സൃഷ്ടിച്ച ശൂന്യത അതിൻ്റെ ഒരു കൃത്യമായ ഒരു അവലോകനമാണ് നടത്തിയത് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ അഭാവം ഇപ്പോൾ ബീഹാറിൻ്റെ രാഷ്ട്രീയ ആഖ്യാനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെ മാത്രമല്ല കോൺഗ്രസിൻ്റെ ദിശയെയും വിശ്വാസത്തെയും ഒക്കെ പരീക്ഷിക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വൈകിയ തീരുമാനം പലപ്പോഴും തന്ത്രത്തെയല്ല ആശയക്കുഴപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിപ്പോൾ ബീഹാറിലുടനീളം ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് കാണേണ്ടതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിശബ്ദത കൊടുങ്കാറ്റിന് മുമ്പേ ഉള്ള ഒരു ശാന്തതയാണോ അതോ കോൺഗ്രസിലെ ക്ഷീണത്തിൻ്റെ ലക്ഷണമാണോ? നമുക്ക് കാത്തിരുന്ന് കാണാം.